അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച് വാർത്തകളിൽ നിറഞ്ഞ എഴുത്തുകാരിയും കോൺഗ്രസ് നേതാവുമായ MA ഷഹനാസ് എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. നെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. വ്യാജരേഖാ നിർമ്മാണം മുതൽ ആൾമാറാട്ടം വരെ നീളുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് വിവരം. MA ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയമെന്നാണ് പ്രധാന പരാതി. കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിയാസ് മലബാറിയാണ് പരാതിക്കാരൻ. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. വല്ലാത്ത ചതിയായി പോയി. നേരത്തെ IAS നേടിയെന്ന അവകാശവാദം ഉന്നയിച്ച് ഒരു കോളേജിൽ നിന്ന് ഷഹനാസ് സ്വീകരണം ഏറ്റുവാങ്ങിയത് വലിയ വിവാദമായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എന്നാൽ പരിശോധനയിൽ അങ്ങനെ ഒരാൾ സിവിൽ സർവീസ് ലിസ്റ്റിലില്ലെന്ന് വ്യക്തമായി. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാർ വരും. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് ഷഹനാസിനെതിരെയുള്ള മറ്റ് ആരോപണങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ നിയാസ് മലബാറി എന്ന ഫേസ്ബുക്ക് ഹാൻഡിലിൽ പുറത്തുവിട്ട തെളിവുകൾ ഷഹനാസിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രിയ സിജേഷ് എന്ന പേരിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. നിങ്ങളോട് നിൽക്കുന്ന റിസ്ക് ആണ്. പ്രിയ സിജേഷും ഷഹനാസും ഒരാളാണെന്ന സംശയവും ഇതോടെ ബലപ്പെട്ടു. ഈ രേഖകളിൽ പിതാവിന്റെ പേര് ഡോക്ടർ ഷിജേഷ് T എന്നാണ്. എന്നാൽ പാസ്പോർട്ടിലേക്ക് വരുമ്പോൾ കഥ മാറുന്നു. അതെനിക്കിഷ്ടമില്ല. നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണം ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നിൽ കണ്ടുപോരുന്നു പോടാ. അവിടെ പിതാവിന്റെ പേര് മറ്റൊന്നാണ്. പാസ്പോർട്ട് പ്രകാരം ഭർത്താവ് സിജേഷ് തെക്കേപ്പാട്ടാണ്. തങ്കക്കുളവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ? നാണം കെട്ടവനെ. രസകരമായ കാര്യം പേര് മാറുമ്പോഴും വിലാസം ഒന്ന് തന്നെയാണ് എന്നതാണ്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഡോക്ടർ സിജേഷിന്റെ ഭാര്യ MA ഷഹനാസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ, ഫസ്റ്റിലേ നീ വരേണ്ടി കഴിഞ്ഞു. ഷഹനാസ് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ പേ നമ്പർ പ്രിയ സിജേഷ് എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്നും കണ്ടെത്തലും പുറത്തു വന്നിട്ടുണ്ട്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. വിവാദം പോകുന്നതോടെ ഈ നമ്പർ മാറ്റിയതായും ആരോപണമുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. കൊലച്ചിരിയായിരുന്നല്ലേ? ഒരേ സമയം വ്യത്യസ്ത പേരുകളിൽ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയം. എന്തിനാ ഈ മുടി? പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക, രേഖകൾ കൃത്രിമമായി നിർമ്മിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നതാണ് പരാതിയിലെ ആവശ്യം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എന്നാൽ ഉയർന്നു വന്ന ഒരു ആരോപണത്തോടും ഇതുവരെ ഷഹനാസ് വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു തന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി.